കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തി. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്രക്കളത്ത് നടത്തിയ ഗതാഗത ക്രമീകരണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഹൈവേയുടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കൃത്യമായി മൂടാത്തതുമൂലം വാഹനങ്ങൾ മുട്ടിയുരഞ്ഞാണ് പോകുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. കൂടാതെ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് തുടങ്ങുന്ന ഭാഗത്ത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഗതാഗതയോഗ്യമാക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കൺസ്ട്രക്ഷൻ കമ്പനിയോ തയ്യാറാവുന്നില്ലെന്നും കുറ്റപ്പെടുത്തി. ഹൈവേ നിർമ്മാണം ശാസ്ത്രീയമായി നടത്തി ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികളും UDF നേതാക്കളും സമരവുമായി രംഗത്തെത്തിയത്. കൊപ്രക്കളം സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞ് ഈ ഹൈവേയുടെ പണി ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് ഒരു മരണം ഉണ്ടാകുമ്പോഴാണ് അത് കണ്ണു തുറന്ന് എന്തെങ്കിലും അതിനൊരു പരിഹാരം ആയി കാണുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് പോലെ ഈ കൂരിക്കുഴി ബീച്ച് റോഡിലേക്കുള്ള ആ റോഡിൻ്റെ തുടക്കം വളരെ ദയനീയമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ 2 ലൈൻ വണ്ടികൾ ഇതിൽ പോകുന്നു. ആളുകൾ വന്ന് എങ്ങനെയെങ്കിലും ആ ഇതിലേക്ക് ഇടിഞ്ഞ് വീഴാവുന്ന സന്ദർഭങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി, ഒരു സംവിധാനവും ഈ കോൺട്രാക്ട് ശിവാലയ കമ്പനി ചെയ്തിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് അംഗം CJ പോൾസൺ അധ്യക്ഷനായി. ഇതിനുവേണ്ടി ഒരു മുന്നൊരുക്കം നടത്താതെ കൃത്യമായിട്ട് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ സൈഡിലെ കുഴികളടച്ച് അവിടെ കൃത്യമായിട്ട് കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും കടന്നു പോകാനും സൗകര്യമൊരുക്കാതെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അതുകൂടാതെ പടിഞ്ഞാട്ട് പോകുന്ന ഈ കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡിൻ്റെ തുടക്കം അവിടെ തകർന്നു കിടന്നിട്ട് മാസങ്ങളായി. കുറേ നാളുകൾക്കും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് അവിടെ പൈപ്പിൻ്റെ വെള്ളം പൊട്ടി വന്നിരുന്ന വെള്ളക്കെട്ട് നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുഴി രൂപപ്പെട്ടു. അന്ന് മുതൽ 5-8 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കാര്യം നിരന്തരം അവരോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ അവർ കറക്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. പടിഞ്ഞാറുന്ന് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് 2 വീലറുകാർ നിരന്തരമായിട്ട് അപകടത്തിൽപ്പെടുന്നൊരവസ്ഥ. ഇങ്ങനെ ഈ ട്രാഫിക് ഈ കഞ്ചഷൻ വന്നപ്പോൾ ഒരു വണ്ടികൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയും ഒരു 4-5 ദിവസം പോയി തുടങ്ങിയതിന് തൊട്ട് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ ശിവാലയ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെയും പറഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ജനപ്രതിനിധികളായിട്ടുള്ള MLAയും അതുപോലെ പഞ്ചായത്തും ഒക്കെ ആയിട്ട് ഇവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം പരിഹരിക്കാമെന്ന് പറയാതെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ, പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുൾ റഹ്മാൻ, നേതാക്കളായ CJ ജോഷി, KB അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, PN ദാസൻ എന്നിവർ സംസാരിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.